ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ കുർത്തീസിൻ്റെ അൺബോക്സിങ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 വെസ്റ്റേൺ കുർത്തീസ് മീഷോ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വന്നു. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ എക്സൈറ്റഡ് ആണ്, കാരണം വെസ്റ്റേൺ വെയർസ് എന്ന് പറയുന്നത് ഇപ്പം അത്യാവശ്യം എല്ലാം ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവർക്കും ഇഷ്ടമാണ് വെസ്റ്റേൺ കുർത്തീസ്. നമ്മുടെ നാച്ചുറൽ എന്താ പറയുക, അടിപൊളിയല്ലേ വെസ്റ്റേൺ വെയർസ് യൂസ് ചെയ്യാൻ. 3 കുർത്തീസ് ഉണ്ട്, നമുക്ക് ഓരോന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണ് ഞാൻ ജസ്റ്റ് ഇത് കത്രിക വെച്ചിട്ട് മുകളിൽ മുറിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാം മുറിക്കുമ്പോഴത്തേക്ക് ടൈം എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ പ്രിൻ്റിൻ്റെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ. നോക്കാമല്ലോ. വാവ്, സൂപ്പർ. നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെയല്ല. ഇന്ന് നമുക്ക് എന്താ ചെയ്യുക വെച്ചാൽ, നമുക്ക് ആദ്യം ഒന്ന് ഇത് വെയർ ചെയ്ത ശേഷം കണ്ടിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണെന്ന് തോന്നുന്നു ബെറ്റർ. കാരണം നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാലുള്ള എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമുള്ള എങ്ങനെയാണെന്നുള്ള ഒരു റിവ്യൂ കൂടെ തരണം എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നമുക്ക് നല്ലത് നമുക്ക് ആദ്യം ഒന്ന് വെയർ ചെയ്തിട്ട് കാണാം, എന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് എങ്ങനെയാണ് കംഫർട്ടാണോ വെയർ ചെയ്താൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നല്ല പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ഷെയ്ഡ് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് പേർപ്പിളാണ് വരുന്നത്. ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ, പിങ്ക് അല്ല. അതിൽ പിങ്കാണ് പറയുന്നത്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു ഡാർക്ക് പേർപ്പിളാണ് ഷെയ്ഡ്. അതിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നൈസാണ്. ഈ ഒരു സ്ലീവ് പഫ് സ്ലീവാണ്. അതുപോലെ തന്നെ സോളിഡാണ് പ്രിൻ്റ് പാറ്റേൺ വരുന്നത്. കാഫ് ലെങ്ത് ആണ് വരുന്നത്. ടൈപ്പ് നെക്കാണ്, റൗണ്ട് ആയിട്ടല്ല, ഒരു എന്താ പറയണ്ട, നെക്ക് റൗണ്ടാണ് പറയുന്നത്. ഇതിൽ പറയുന്ന റൗണ്ടാണ്, പക്ഷേ എനിക്കൊരു സ്ക്വയർ ഒരു ടൈപ്പാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ വെക്കുമ്പോൾ. അതുപോലെ തന്നെ സ്മോൾ ടു XXL സൈസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ക്രീപ്പാണ് ഫാബ്രിക് വരുന്നത്, നല്ല ക്രീപ്പാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ റെയിനി സീസണിനൊക്കെ പറ്റിയ കുർത്തീസാണ് കേട്ടോ. ഞാൻ എടുത്ത 3ഉം എനിക്ക് തോന്നുന്നു റെയിനി സീസണിന് പറ്റിയതാണ്. കാരണം മഴക്കാലത്തൊക്കെ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്ത് ഉണങ്ങി കിട്ടണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. ആ ഒരു ടൈപ്പാണ്. എനിക്ക് വെയർ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കംഫർട്ടായ ഒരു ഡ്രസ്സാണ്. ജെന്യുവനായിട്ടുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് എനിക്ക് വെയർ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നു. നല്ല നൈസാണ്. അതുപോലെ തന്നെ ഈ ചിലർക്ക് എലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതൊന്നും ഇഷ്ടപ്പെടില്ല, പക്ഷേ ഈ എലാസ്റ്റിക്കൊക്കെ നൈസായിട്ട്, അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാർഡനായിട്ടുള്ള എലാസ്റ്റിക് അല്ല, നല്ല സോഫ്റ്റ് എലാസ്റ്റിക്കാണ് ഇതിന് വരുന്നത്. കൈക്കൊക്കെ നമുക്കിങ്ങനെ പിടിച്ച് കെട്ടി മുറുകി നിൽക്കുന്ന ആ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് എനിക്കങ്ങനെ ചില എലാസ്റ്റിക്കുള്ള ഡ്രസ്സൊന്നും എനിക്കിഷ്ടമല്ല. ഇവിടെ ഒന്നും നമ്മുടെ ചെസ്റ്റിനൊന്നും എലാസ്റ്റിക് ഉണ്ടാകുമ്പോൾ അതൊന്നും മുറുകി പിടിച്ചേക്കും, പക്ഷേ അതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ ഇതെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഒരു ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഇത്. ഞാൻ സ്മോളാണ് സൈസ് എടുത്തിട്ടുള്ളത്. എനിക്കൊന്ന് സ്മോൾ, ഈ സൈസ് സ്മോൾ നിങ്ങളുടെ പെർഫെക്റ്റ് സൈസ് തന്നെ എടുക്കുന്നതാണ് ബെറ്റർ. എനിക്ക് ഇത് ഒന്നധികം എടുക്കണ്ട, സൈസ് അപ്പ് എടുക്കണം തോന്നിയിട്ടില്ല. എനിക്ക് സ്മോൾ സൈസ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്മോൾ തന്നെ എടുത്തിന്. എനിക്കിത് സ്യൂട്ടാണ്, എനിക്ക് കംഫർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്, കാരണം ഞാൻ ഇതുവരെ ലാവൻഡർ ഷെയ്ഡ് എടുത്തിട്ടില്ല. ഇതാ ലാവൻഡറാണ് വന്നിട്ടുള്ളത് കുർത്തി. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല എന്താ പറയുക, അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അതുപോലെ തന്നെ റൗണ്ട് നെക്കാണ് വരുന്നത്. സീ ത്രൂ ആണ് സ്ലീവ്. നല്ല പേർപ്പിൾ ഷെയ്ഡാണ്. അതുപോലെ തന്നെ ലെങ്ത് എന്ന് പറയുന്നത് കാഫ് ലെങ്ത് ആണ്.
വിത്ത് ലൈനിങ് ആണ്, അറ്റാച്ച്ഡ് ലൈനിങ് ഉണ്ട്. ഇത് നമുക്ക് വെയർ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ലാവൻഡർ കളർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ജെനുവിനായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് നേരത്തെ വാങ്ങിയതിൻ്റെ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. കാരണം ഞാൻ സ്മോളാണ് 3 എടുത്തിട്ടുള്ളത്. ശരിക്കും ഞാൻ പറയാറുണ്ട് എപ്പോഴും സൈസ് അപ്പ് എടുക്കണം എന്നുള്ളത്. പക്ഷേ ഞാൻ സ്മോൾ എടുത്ത് നോക്കിയതാണ് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നറിയില്ല. കാരണം വെസ്റ്റേൺ കുർത്തീസൊക്കെ ചിലപ്പോൾ നമ്മൾ അപ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ലൂസായിട്ടൊക്കെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സെയിം സൈസായിരുന്നു എടുത്തത്. പക്ഷേ നേരത്തെ പേർപ്പിൾ, ഞാൻ ഈ ഒരു പേർപ്പിൾ ഷെയ്ഡ് പറഞ്ഞതിൽ ഫസ്റ്റ് വണ്ണിൽ എനിക്ക് സൈസ് കംഫർട്ടാണ്. കുറച്ച് നന്നായിട്ട് ലൂസായിട്ട് നിൽക്കുന്നുണ്ട്, അത്യാവശ്യം ഇറുകി പിടിച്ച് നിൽക്കുന്നില്ല. പിന്നെ ഇതങ്ങനെ ചുരുങ്ങിപ്പോകുന്ന ഒരു തുണിയൊന്നും അല്ലാത്തതുകൊണ്ട് അത് നമുക്ക് കറക്റ്റ് സൈസ് എടുക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത്. കാരണം അതുകൊണ്ട് ഞാനിങ്ങനെ കറക്റ്റ് സൈസ് എടുത്തു. പക്ഷേ എനിക്കൊരു പന്തികേട് തോന്നി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ, ഇവിടെ ഒരു റൗണ്ട് സ്റ്റിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു നമ്മുടെ ഒരു മുട്ടിൻ്റെ ആ ഒരു പോർഷനിൽ ഒരു സ്റ്റിച്ച് പോലത്തെ വന്നിട്ടുണ്ട്, റൗണ്ട് സ്റ്റിച്ച് കണ്ടോ. ഈ ഒരു സ്റ്റിച്ച് ഇവിടെ എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ഇവിടെ ഒന്ന് നമുക്ക് ഇറുകി പിടിച്ച് നിൽക്കുന്ന പോലെ നിങ്ങൾക്കത് ഫീൽ ആയിട്ടുണ്ടാവും. എൻ്റെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഫീൽ ആയിട്ടുണ്ടാവും. എനിക്കതുകൊണ്ട് ഇതെനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഫാബ്രിക് വരുന്നത് ജോർജറ്റ് ആണ്. ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് 3/4 സ്ലീവ്സ് ആണ്. അതുപോലെ തന്നെ നല്ല സ്മോക്കിംഗ് സ്റ്റൈലാണ് കേട്ടോ വരുന്നത്. സ്മോക്കിംഗ് ടൈപ്പ് സ്റ്റൈലാണ് ഇതിൻ്റെ വരുന്നത്. ഓക്കെ, എനിക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 353 രൂപയാണ്. ഇതിൻ്റെ 6 കളർ കോമ്പിനേഷൻസ് ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാം. ഓക്കെ, ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വാങ്ങാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ നോക്കാം. ഒരു ഗ്രീൻ വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. വാവ്, നൈസാണ് കേട്ടോ. കണ്ടോ? നമുക്കിത് വെയർ ചെയ്തിട്ട് വരാം, എന്നിട്ട് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ജോർജറ്റ് ഫാബ്രിക്കാണ് വരുന്നത്. നല്ല നൈസാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. നല്ല കംഫർട്ടായിട്ടുള്ള എന്താ പറയുക, ഒരു സോഫ്റ്റിനായിട്ടുള്ള ഒരു അടിപൊളി നല്ലുണ്ട്, നൈസാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ട അത്യാവശ്യം നല്ല ഒരു ലൈനിങ് ആണ് വരുന്നത്, വിത്ത് ലൈനിങ് ആണ്. അതുപോലെ തന്നെ ഷോർട്ട് സ്ലീവാണ്. സ്ലീവ് ഇങ്ങനെ നമ്മുടെ ഒരു ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ പാറുന്ന പോലത്തെ കണ്ടോ സ്ലീവ്, ഷോർട്ട് സ്ലീവാണ്. ഓക്കെ, ഇത് സ്മോളാണ് സൈസ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൾട്ടി കളറാണ്. ഷേപ്പാക്കി കെട്ടാൻ വേണ്ടിയിട്ട് കയറുണ്ട്, 2 കയറുണ്ട് 2 സൈഡിൽ. അതുപോലെ തന്നെ കാഫ് ലെങ്ത് ആണ് വരുന്നത്. തന്നെ എന്താ പറയുക, നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള സ്ലീവ് ഉണ്ട്. ഷോർട്ട് സ്ലീവ് ഫ്ലെയർഡ് ആണ്. ഒരു നൈസായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല കംഫർട്ടാണ്. സ്മോൾ സൈസ് തന്നെ ഇത് ഫസ്റ്റ് വൺ പറഞ്ഞ പോലെ തന്നെ ഇതിന് കറക്റ്റ് സൈസ് എടുക്കുന്നതാണ് നല്ലത്. ഈ സ്മോൾ സൈസ് എനിക്ക് കംഫർട്ടാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല മഴക്കാലത്തൊന്നും വേണ്ട, നല്ല പാർട്ടി ഒക്കേഷൻ തന്നെ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ഒരു മെറ്റീരിയലാണ്. പിന്നെ വാഷ് ചെയ്താൽ ഇങ്ങനെ ചുരുങ്ങി പോകുന്നില്ല, നല്ല തുണിയാണ്. പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് വൺ പോലെ തന്നെയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. 4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 320 രൂപയാണ്. അപ്പോൾ ഞാൻ 3 റേറ്റ്, ഫസ്റ്റ് വണ്ണിൻ്റെ റേറ്റ് പറയാൻ വിട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നൈസാണ് സാധനം, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 3 കുർത്തീസും കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഓരോരാൾക്കും ഓരോന്നാണ് ഇഷ്ടപ്പെട്ട് കാണാൻ.
നല്ല കളറാണ്. ഓക്കെ, അപ്പം ഞാൻ ഏതാണ് ഇട്ടിട്ട് നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരാണെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.